ഗുഡ് മോർണിംഗ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫസ്റ്റ് 5 പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതിൽ തേർഡ് ആൻഡ് ഫോർത്ത് പ്രോപ്പർട്ടീസ് ഇതാണ്. എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 ആൻഡ് എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ എഫ് ഓഫ് എസ് മൈനസ് എസ് എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0. ഇത് രണ്ടും ഡെറിവേറ്റീവ്സ് ആണ്. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. f of t is equal to e raised to 3t and f dash of t is equal to 3 e raised to 3t. അപ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇ റേസ് ടു 3t ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 3 ഇ റേസ് ടു 3t. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അതാണ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 ആയിരിക്കും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം? എഫ് ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. ദെൻ എഫ് ഓഫ് 0യും കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ടി ഇ റേസ് ടു 3t ആണ്. സോ എൽ ഓഫ് എഫ് ഓഫ് ടി, that is L of e raised to 3t equal to e raised to at ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1 by s minus a ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 3 ആണ്. സോ 1 by s minus 3 ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എസ്. അതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. ദെൻ എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇതിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇ റേസ് ടു 0 ഇസ് ഈക്വൽ ടു 1. ദെയർഫോർ നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്? എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എസ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എസ് ഇൻറ്റു ഇപ്പോൾ കിട്ടി എഫ് ഓഫ് എസ്, ദാറ്റ് ഈസ് 1 ബൈ എസ് മൈനസ് 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ബൈ എസ് മൈനസ് 3 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് മൈനസ് ഓഫ് എസ് മൈനസ് 3 ഡിവൈഡ് ബൈ എസ് മൈനസ് 3 ദാറ്റ്സ് ഈക്വൽ ടു 3 ബൈ എസ് മൈനസ് 3. ദെൻ ഫിഫ്ത്ത് പ്രോപ്പർട്ടി, f of s by s is equal to Laplace transform of integral 0 to t f of t dt. അതിൻ്റെ പ്രൂഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി എക്സാമ്പിൾ, എൽ ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ 4t dt. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഇതിൻ്റെ LHS പോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് എസ് ബൈ എസ്. ഇവിടെ നമുക്കറിയാം എൽ ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ബൈ എസ് ആണ്. ഇനി എഫ് ഓഫ് എസ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത്രയും ചെയ്താൽ ഇത്രയും ആൻസറായി. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ 40. ദെൻ എഫ് ഓഫ് എസ് മീൻസ് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ സൈൻ 40യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? നമുക്കറിയാം എൽ ഓഫ് സൈൻ 80 എന്ന് പറഞ്ഞാൽ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ സൈൻ 4t ആണുള്ളത്. സോ എയുടെ സ്ഥാനത്ത് 4 ആണ് വരുന്നത്. അപ്പോൾ എ ബൈ എന്ന് പറഞ്ഞാൽ 4 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ് സൈൻ 4tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അതായത് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമായ എഫ് ഓഫ് എസ്. ഇനി ആൻസറായി എൽ ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ 4t ഡി ടി ഇസ് ഈക്വൽ ടു എന്താണ്? 4 ഡിവൈഡഡ് ബൈ എസ്, എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഇനി അടുത്തൊരു പ്രോബ്ലം, എൽ ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ക്യൂബ് ടി ഡി ടി. സൈൻ ക്യൂബ് ടി ഇസ് ഈക്വൽ ടു സൈൻ 3t മൈനസ് 3 സൈൻ ടി ഡിവൈഡഡ് ബൈ 4. ഇനി എന്ത് വേണം? എഫ് ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ഡിവൈഡഡ് ബൈ എസ് ചെയ്യണം. എഫ് ഓഫ് ടി എന്താണ്? സൈൻ ക്യൂബ് ടി ആണ്. സോ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ദാറ്റ് ഈസ് എൽ ഓഫ് സൈൻ 3t മൈനസ് 3 സൈൻ ടി ഡിവൈഡഡ് ബൈ 4 ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ 4 ഔട്ട് സൈഡ് 1 ബൈ 4 ഇൻറ്റു എൽ ഓഫ് ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാമല്ലോ സൈൻ 3t മൈനസ് 3 ബൈ 4 ഇൻറ്റു എൽ ഓഫ് സൈൻ ടി ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ 4 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു 1 ബൈ 4 ഇൻറ്റു സൈൻ 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ദാറ്റ് ഈസ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ 3 ആണ്. 3 ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ഈ 4 ഔട്ട് സൈഡ് ഉണ്ട് 3 ഇൻറ്റു സൈൻ ടി. സൈൻ ടി എന്ന് പറയുമ്പോൾ ഇവിടെ സൈൻ 1t ആണ്. ദാറ്റ് ഈസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ 3 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. So L of integral 0 to t sin cube t dt is equal to 1 by
4 ഇൻറ്റു എസ്, ഒരു ഡിനോമിനേറ്ററിൽ ഒരു എസ്സും കൂടെ കൊടുക്കണം, 4s ഇൻറ്റു 3/s² പ്ലസ് 3² മൈനസ് 3/s² പ്ലസ് 1². ഇനി സിക്സ്ത് പ്രോപ്പർട്ടിയാണ്, ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ദെൻ എൽ ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു -1 ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു ഡി റേസ് ടു എൻ ബൈ ഡി എസ് റേസ് ടു എൻ ഓഫ് എഫ് ഓഫ് എസ്. ദാറ്റ് ഈസ് ഇവിടെ ടി ആണ്, ടി റേസ് ടു 1 ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും, -1 ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ഇവിടെ ടി സ്ക്വയർ ആണെങ്കിൽ എന്ത് വരും, -1 ദ ഹോൾ സ്ക്വയർ d² ബൈ ഡി എസ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് എസ്. അപ്പം ഇത് ഒരു ജനറൽ ഫോർമുലയാണ്. അപ്പോൾ ടി ഇൻറ്റു ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത്, -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്, അതായത് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. പ്രൂഫ്, L of f of t is equal to f of s is equal to integral 0 to infinity e raised to minus st f of t dt. Equation 1. Differentiating equation 1 with respect to s. So, d by ds of f of s is equal to, അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, d by ds of integral 0 to infinity e raised to minus st f of t dt. ഇനി ഡി ബൈ ഡി എസ് ഓഫ് ഇതെന്ന് പറയുന്നത് എന്താണ്, ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു മൈനസ് ടി ഇങ്ങോട്ട് വരും, ഇതിൻ്റെ ഡെറിവേറ്റീവ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ബാക്കി ഏതൊക്കെ ടൈം ഉണ്ട്, മൈനസ് ടിയും ഉണ്ട് എഫ് ഓഫ് ടിയും ഉണ്ട്. ഇപ്പം മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്, എൽ ഓഫ് മൈനസ് ടി എഫ് ഓഫ് ടി. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് മൈനസ് ടി എഫ് ഓഫ് ടി ആണ് എന്ത്, 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി മൈനസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. ഇനി എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് കൊടുത്താൽ മതിയല്ലോ, ഇവിടെ മൈനസ് ആണ് കിട്ടിയിരിക്കുന്നത്, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. That's equal to -1 into d by ds of f of s. So, ഇവിടെ നമുക്ക് t raised to 1 ആണ്, അതുകൊണ്ട് -1 the whole raised to 1 എന്ന് വരും. അപ്പോൾ d raised to 1 by ds raised to 1, so d by ds of f of s. ഇനി t സ്ക്വയർ ആയിരുന്നെങ്കിലോ n-ൻ്റെ സ്ഥാനത്ത് 2 ആണ്. സോ l of t square f of t is equal to -1 the whole square d² by ds square of f of s. Generally, L of t raised to n f of t is equal to -1 the whole raised to n d raised to n by ds raised to n f of s. അപ്പോൾ ഇവിടെ ടി സ്ക്വയർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ -1 the whole square വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് എഫ് ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇതാണ് ടി മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഫംഗ്ഷൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന മെത്തേഡ്. എക്സാമ്പിൾസ്, find the Laplace transform of L of t sin HAT. t ഉണ്ട് sin HAT ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കിയേ, ടി ആണ്, ടി റേസ് ടു 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. എഫ് ഓഫ് എസ് എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്താണ്, സൈൻ HAT. So, Laplace transform of sin HAT is equal to sin HATയുടെ Laplace transform നമുക്കറിയാം, a by s square minus a square. So, L of t sin HAT is equal to -1 into d by ds of f of s. That is minus d by ds of a by s square minus a square. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് എടുക്കുമ്പോൾ എങ്ങനെ വരും, പ്ലസ് 2as ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആൻസർ L of t sin HAT 2as divided by s square minus a square the whole square. ഇനി L of t square cos AT. അപ്പം നമ്മുടെ എഫ് ഓഫ് ടി എന്താണ്, cos AT ആണ്. ആദ്യം നമുക്ക് എഫ് ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് L of f of t. അപ്പോൾ L of cos AT is equal to s by s square plus a square. അത് നമുക്കറിയാം. സോ
L of t square cos at is equal to, ഇപ്പോൾ ഇവിടെ t സ്ക്വയർ ആണ്, സോ -1 the whole square d square by ds square of s by s square plus a square, that is ഇവിടെ -1 സ്ക്വയർ ആണ് +1 d square by ds square of s by s square plus a square, that is equal to d by ds of ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a square minus s square divided by s square plus a square the whole square എന്ന് വരും. d by ds of s by s square plus a square എന്ന് പറഞ്ഞാൽ എന്താണ്? s square plus a square into 1 minus s into 2s whole divided by s square plus a square the whole square, that is equal to s square plus a square minus 2s square divided by s square plus a square the whole square. അപ്പോൾ ഇവിടെ നിന്ന് ഒരു s square ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കി എന്തുണ്ട്? a square minus s square divided by s square plus a square the whole square. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയേക്കണേ. a square minus s square by s square plus a square the whole square. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയുള്ള വീണ്ടും ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പം ഡിനോമിനേറ്റർ s square plus a square the whole square ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് -2s മൈനസ് a square minus s square ഇൻറ്റു 2 ഇൻറ്റു s square plus a square ഇൻറ്റു 2s. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടെ എടുക്കണമല്ലോ, അപ്പോൾ s സ്ക്വയറിൻ്റെ 2s the whole divided by s square plus a square the whole raised to 4, that is equal to ഇവിടെ ഈ ടേമിൻ്റെ കൂടെയാണ് -2s മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. -2s ഇൻറ്റു s square plus a square the whole square മൈനസ് 4s ഇൻറ്റു a square minus s square ഇൻറ്റു s square plus a square whole divided by s square plus a square the whole raised to 4, that is equal to s square plus a square ഔട്ട് സൈഡ് എടുത്ത് കഴിയുമ്പം ഇവിടെ ബാക്കി -2s ഇൻറ്റു ഒരു s square plus a square ഉണ്ട്, -4s ഇൻറ്റു a square minus s square divided by s square plus a square the whole raised to 4. അപ്പോൾ ഇവിടെ നിന്ന് ഒരു s square plus a square ക്യാൻസലായി, ഡിനോമിനേറ്ററിൽ ഹോൾ ക്യൂബ് ഉള്ളൂ, ദാറ്റ് ഈസ് -2s ഇൻറ്റു s square plus a square -4s ഇൻറ്റു a square minus s square divided by s square plus a square the whole cube, that is equal to മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2s cube -2s a square -4s a square plus 4s cube divided by s square plus a square the whole cube, that is equal to simplify ചെയ്യുമ്പോൾ ആൻസർ 2s ഇൻറ്റു s square minus 3s square divided by s square plus a square the whole cube എന്ന് കിട്ടും. ഇനി ഒരു പ്രോബ്ലം കൂടെ നോക്കാം. L of integral 0 to t e raised to -2 into t പിന്നെ t sin cube t dt 3 ടേമുകൾ വന്നിട്ടുണ്ട്. ദെൻ നമുക്കറിയാം സൈൻ ക്യൂബ് ടിയുടെ എക്സ്പാൻഷൻ എന്താ? സൈൻ 3t മൈനസ് 3 സൈൻ ടി ഡിവൈഡഡ് ബൈ 4. ദെൻ എൽ ഓഫ് സൈൻ ക്യൂബ് ടി ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു എൽ ഓഫ് സൈൻ 3t മൈനസ് 3 ഇൻറ്റു എൽ ഓഫ് സൈൻ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 3/s സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് 3/s സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സോ ഇനി എൽ ഓഫ് ടി ഇൻറ്റു സൈൻ ക്യൂബ് ടി ചെയ്യണം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടി അനുസരിച്ച് ടി വന്നു കഴിയുമ്പോൾ -1 ഇൻറ്റു ടി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. സോ -1/4 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് 3/s സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് 3/s സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1/4 ഇൻറ്റു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -3 ഇൻറ്റു 2s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1/4 ഇൻറ്റു -6x ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 6s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6s/4 into 1/s square plus 3 square the whole square minus 1/s square plus 1 square the whole square, which is equal to 3s/2 into 1/s square plus 3 square the whole square minus 1/s square plus 1 square the whole square. ഇനി ഒരു ടേം കൂടെ ഉണ്ട്, e raised to -2 into t.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈൻ ക്യൂബ് ടിയുടെ എഴുതി, ദെൻ ടി ഇൻറ്റു സൈൻ ക്യൂബ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ടിയും ഒരു ഫംഗ്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഒരാളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു, e⁻² ഇൻറ്റു ടി സൈൻ ക്യൂബ് ടി. അപ്പം e⁻² ഇൻറ്റു ടി ഈ ഒരു ഫംഗ്ഷൻ്റെ കൂടെ എഫ് ഓഫ് ടി ആയിട്ട് ഇത് നമ്മൾ കണക്കാക്കിയാൽ e⁻at വന്നാൽ നമുക്കറിയാം എസിൻ്റെ സ്ഥാനത്തല്ല എഫ് ഓഫ് ടിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എസിൻ്റെ സ്ഥാനത്തല്ല എന്ത് കൊടുക്കണം, എസ് മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എൽ ഓഫ് ടി സൈൻ ക്യൂബ് ടി ആണ് നമ്മുടെ എഫ് ഓഫ് എസ്. അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിൽ എസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, ഇവിടെ എ അല്ല -2 ആണ്. സോ എസ് -2 ദാറ്റ് ഈസ് എസ് പ്ലസ് 2. ഇപ്പോൾ 3s/2ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 3 ഇൻറ്റു s plus 2/2 into 1/s plus 2 the whole square plus 3 square the whole square minus 1/s plus 2 the whole square plus 1 square the whole square. ഇപ്പോൾ നമുക്ക് L of e⁻² into t സൈൻ ക്യൂബ് ടി ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, L of integral 0 to t e⁻² into t സൈൻ ക്യൂബ് ടി dt. അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയും കൂടെ യൂസ് ചെയ്യണം. ഇത് എഫ് ഓഫ് ടി ആയിട്ട് കണക്കാക്കി ഇൻ്റഗ്രൽ 0 to t വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ, എഫ് ഓഫ് s/s ആണ്. അപ്പോൾ എഫ് ഓഫ് എസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എസ്, ഒരു എസ്സും കൂടെ ഇവിടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3 ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡ് ബൈ 2s ഇൻറ്റു 1/s plus 2 the whole square plus 3 square the whole square minus 1/s plus 2 the whole square plus 1 square the whole square. അപ്പോൾ ഇവിടെ ഒത്തിരി പ്രോപ്പർട്ടീസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ടി ഇൻറ്റു സൈൻ ക്യൂബ് ടി എന്നുള്ള പ്രോപ്പർട്ടി, പിന്നെ നമ്മൾ e⁻² ഒരു ടേമും പിന്നെ അതിൻ്റെ കൂടെ എഫ് ഓഫ് ടിയും വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടു. പിന്നെ നമ്മൾ ഇൻ്റഗ്രലും കൂടെ ആ കൂടെ വന്നേക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ അതെന്താണ്, എഫ് ഓഫ് s/s ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കണ്ടുപിടിച്ച ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഡിവൈഡഡ് ബൈ എസ്സും കൂടെ കൊടുത്ത് നമുക്ക് ആൻസറായി. അടുത്തൊരു ക്വസ്റ്റ്യൻ, L of t² sin t. അപ്പം L of sin t is equal to 1/s² plus 1 square ആണ്. ഇനി t² sin t ആയതുകൊണ്ട് എന്ത് ചെയ്യണം, -1 the whole square into d²/ds² of f of s, that is 1/s² plus 1 square, that is equal to d²/ds² of 1/s² plus 1, that is equal to d/ds of -2s divided by s² plus 1 the whole square, which is equal to ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടെ എടുക്കുന്നു, s² plus 1 the whole square into -2 plus 2s into 2 into s² plus 1 into 2s the whole divided by s² plus 1 the whole raised to 4. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -2s² -2 plus 8s² divided by s² plus 1 the whole cube എന്ന് കിട്ടും. ഫൈനൽ ആൻസർ 6s² -2 divided by s² plus 1 the whole cube. അപ്പോൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.